സംസ്ഥാനത്ത് അതിതീവ്ര മഴ 3 ദിവസം കൂടി തുടരും. ഒഡീഷ തീരത്തോട് ചേർന്ന് ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിൽ ശക്തി പ്രാപിക്കാനുള്ള സാധ്യതയും ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ്. ജിബിൻ JB, ഗൂഗിൾ VS കമൽ എന്നിവർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം നമുക്ക് തിരുവനന്തപുരത്തെ വിവരങ്ങൾ നോക്കാം. ജിബിൻ, വളരെ കടുത്ത മഴയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ, പക്ഷേ ഇന്ന് പൊതുവെ തിരുവനന്തപുരത്ത് അല്പം ഒരു ശമനമുണ്ട് മഴയ്ക്ക്. എങ്കിലും എവിടേക്കാണ് മഴക്കെടുതികൾ രൂക്ഷമായി നിൽക്കുന്നത്? മലയോര മേഖലയിൽ ഇപ്പോഴും മഴ ശക്തമാണോ? എന്താണ് പ്രത്യേകിച്ചും തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുള്ള വിവരങ്ങൾ? ദിവിഷ്, ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് സ്ഥിതി ശാന്തമാണ്. കാരണം തിരുവനന്തപുരത്ത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം കനത്ത ഒരു മഴ പെയ്തിട്ടില്ല. പ്രത്യേകിച്ച് ഇന്ന് രാവിലെ മുതൽ തന്നെ നല്ല വെയിലാണ് തിരുവനന്തപുരത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും, പ്രത്യേകിച്ച് മലയോര മേഖലയിലും നഗരമേഖലയിലും എല്ലാം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അടുത്ത 3 ദിവസത്തേക്ക് കൂടി തിരുവനന്തപുരത്ത് ഉൾപ്പെടെ കനത്ത ജാഗ്രതാ നിർദ്ദേശം തന്നെ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശത്തോട് ചേർന്ന് താമസിക്കുന്നവർക്കുമാണ് വലിയ രീതിയിലുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കാരണം കടൽ പ്രക്ഷുബ്ധമാണ്. കഴിഞ്ഞ മഴ തുടങ്ങിയ ദിവസം മുതൽ തന്നെ ഏകദേശം 3-4 ദിവസം കൊണ്ട് തന്നെ കടൽ വലിയ രീതിയിൽ പ്രക്ഷുബ്ധമാണ്. അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ മത്സ്യബന്ധനത്തിന് പോകുന്നില്ല. പക്ഷേ ഈ തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ വലിയ ജാഗ്രത പുലർത്തണം. കാരണം ഈ പല വീടുകളിലേക്കും വെള്ളം അടിച്ചു കയറുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ തീരത്തോട് ചേർന്ന് താമസിക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ അവർ മാറി താമസിക്കണമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് നൽകിയിട്ടുണ്ട്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഈ സ്ഥിരമായി മഴ ലഭിക്കുന്ന, പ്രത്യേകിച്ച് അമിതമായി മഴ ലഭിക്കുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ മഴവെള്ളപ്പാച്ചിലിനുള്ള സാധ്യതയുണ്ടെങ്കിൽ, ഉരുൾപൊട്ടലിനുള്ള സാധ്യതയുള്ള മേഖലയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ളവരും സമീപത്തുള്ള സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിക്കണമെന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലയിലേക്ക് യാത്ര ചെയ്യുന്നവർ അത്യാവശ്യമായിട്ടുള്ള യാത്രകളല്ല എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള യാത്രകൾ കൂടി മാറ്റിവെക്കണമെന്നും ഇപ്പോൾ കാലാവസ്ഥ